ധന്യ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാറുണ്ടോ? യൂസ് ചെയ്തിരുന്നു, ഇപ്പോ അൺഇൻസ്റ്റാൾ ആക്കി. അതെന്ത് പറ്റി? വല്ല കാമുകന്മാരും ഒക്കെ വരുമെന്നത് കൊണ്ടാണോ? അതുകൊണ്ടൊന്നുമല്ല, ഇൻസ്റ്റാഗ്രാം റീൽസ് ഞാൻ കുറച്ച് അഡിക്റ്റ് ആയിപ്പോയി. അപ്പം ന്യൂസിന്റെ കാര്യങ്ങൾ കുറച്ച് എവിടെയൊക്കെയോ ശ്രദ്ധ കുറഞ്ഞു എന്ന് എനിക്ക് തന്നെ തോന്നി. അപ്പൊ ഞാൻ അൺഇൻസ്റ്റാൾ. എന്തായാലും തിരുവനന്തപുരത്തെ വെഞ്ഞാറമ്മൂട്ടിലെ ഈ ആതിരയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് വളരെ നിർണായകമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പം പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ? ഒരു പെൺകുട്ടിയെ എത്ര മൃഗീയമായ ഒരാൾക്ക് കൊല്ലാൻ കഴിയും? പല കൊലപാതകങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഭാര്യയെ കഷ്ണങ്ങളാക്കി കുക്കറിലിട്ട് വേവിച്ച് മീനുകൾക്ക് ആഹാരം കൊടുത്ത ഭർത്താക്കന്മാരെ കണ്ടിട്ടുണ്ട്. ഈ മറ്റേ തടി മുറിക്കുന്നത് പോലെ മുറിച്ച് കഷ്ണങ്ങളാക്കി പിന്നെ ചാക്കിൽ കെട്ടിക്കൊണ്ട് കളയുന്ന ഭാര്യമാരെ, അല്ലെങ്കിൽ അത്തരത്തിൽ ഭർത്താക്കന്മാരെ തന്നെ കഷ്ണങ്ങളാക്കി സൂട്ട് കേസിലൊക്കെ ആക്കി കൊണ്ട് കളയുന്ന കൊലപാതകങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ അപ്പുറം താൻ ജീവന് തുല്യം സ്നേഹിച്ച ഒരു പെൺകുട്ടിയെ ഇതിലും മൃഗീയമായി ഒരു പുരുഷനോ ഒരു കാമുകനോ കൊല്ലാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതിലും മൃഗീയമായി ഇപ്പോൾ കൊല്ലാൻ സാധിക്കും. ഗ്രീഷ്മയുടെ കാര്യം നമ്മൾ കണ്ടതാണ്. 11 ദിവസം ജലപാനം പോലും ഇല്ലാതെയാണ് ഷാരോൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായി ഗ്രീഷ്മ കൊലപ്പെടുത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ സാധിക്കും. പക്ഷേ ഇത് അത്തരത്തിലല്ല. നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു കൊലപാതകമാണ് ഇവിടെ കഠിനംകുളത്തെ പൂജാരിയുടെ ഭാര്യയായ ആതിരയ്ക്ക് സംഭവിച്ചത്. 12,000 ഫോളോവേഴ്സ് ഉള്ള ആതിര ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം ആളുകളൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഈ ജോൺസൺ എന്ന് പറയുന്ന വ്യക്തി 2 വർഷം മുൻപ് ഭാര്യയുമായി വിവാഹമോചനം നേടിയിരുന്നു. 1 വർഷമായി ആതിരയുമായി പ്രണയത്തിലാണ്. അതായത് റീൽസ് കൊളാബ് ചെയ്ത് രണ്ടുപേരും കൂടി പിന്നീട് മെസ്സേജിലേക്ക് പോയി. ആ മെസ്സേജ് പിന്നെ വഴിവിട്ട പല ബന്ധങ്ങളിലേക്കും പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് എന്നോടൊപ്പം വന്ന് ജീവിക്കൂ എന്ന് ഈ ഒരു പരിചയപ്പെട്ട് ഇവർ തമ്മിൽ ലൈംഗികമായുള്ള ബന്ധങ്ങളൊക്കെ നടത്തിയതിന് ശേഷം പലതവണ ജോൺസൺ ആതിരയോട് പറഞ്ഞു. അപ്പോഴൊക്കെ ആതിര ഒരിക്കലും ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് താൻ വരില്ല എന്ന് നിലപാട് വ്യക്തമാക്കി. ഇതിനിടയ്ക്ക് ഭർത്താവ് ഈ കാര്യങ്ങൾ അറിയുന്നു. ഇവർ തമ്മിലുള്ള ലൈംഗിക ബന്ധത്തെക്കുറിച്ച് ഭർത്താവ് അറിയില്ല. അദ്ദേഹം കഠിനംകുളത്തെ ഒരു ക്ഷേത്രത്തിലെ പൂജാരിയാണ്. ഇവർ തമ്മിൽ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടു ഒരു ബന്ധമുണ്ടായിരുന്നു എന്ന് മാത്രമാണ് അദ്ദേഹത്തിന് അറിയാമായിരുന്നത്. അദ്ദേഹം അത് പറഞ്ഞ് മനസ്സിലാക്കി ആ ബന്ധത്തിൽ നിന്ന് ആതിര വിട്ടുപോകാം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ പെൺകുട്ടി ഈ വീട്ടിൽ വിളിച്ചു വരുത്തി ഈ കാമുകനായ ജോൺസണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആതിര അറിയാതെ തന്നെ പലപ്പോഴും ആതിരയുടെ ഈ വീഡിയോകൾ ജോൺസൺ കൈക്കലാക്കിയിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ഇത് കാണിച്ച് പെൺകുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി. 1 ലക്ഷം രൂപ വാങ്ങി. ഈ മരിക്കുന്നതിന്റെ തലേ ദിവസം വരെ 25,000 രൂപ അയാൾ കൈക്കലാക്കി എന്നാണ് പറയുന്നത്. ഈ ബന്ധം അവസാനിപ്പിക്കാം, എനിക്കിത് തുടർന്നു പോകാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ വീഡിയോകൾ അയച്ചു കൊടുത്ത് ഈ പെൺകുട്ടിയെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. പിന്നീടാണ് ഈ സംഭവം നടക്കുന്നതിന്റെ അന്ന് രാവിലെ പെരുമാന്തുറയിലെ ലോഡ്ജിൽ നിന്ന് ഇയാൾ ഇറങ്ങി നടന്നാണ് ഈ കഠിനംകുളത്തെ വീട്ടിലെത്തുന്നത്. ആതിരയുടെ കുഞ്ഞ് സ്കൂൾ ബസ്സിൽ കയറുന്നത് വരെ ഭർത്താവ് രാവിലെ പൂജയ്ക്ക് പോകും. അപ്പോൾ കുഞ്ഞ് സ്കൂൾ ബസ്സിൽ കയറുന്നത് വരെ കാത്തു നിന്ന് എന്നിട്ട് പരിസരവാസികളൊന്നും അറിയാതെ വീട്ടിലേക്ക് ചാടിക്കയറുന്നു. ഇയാളെ കണ്ടുടനെ സംശയമൊന്നും ആതിരയ്ക്ക് തോന്നുന്നില്ല. പക്ഷെ ഇയാൾ വെൽ പ്ലാൻഡ് ആയിരുന്നു. കത്തിയൊക്കെ വാങ്ങി അത് കരുതി ഇന്ന് തീർക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് വന്നത്. പിന്നീട് ഇദ്ദേഹം വീടിനകത്തേക്ക് കയറുന്നു. ഒരു ചായ തരാൻ പറയുന്നു. ചായ എടുക്കാൻ ആതിര അടുക്കളയിലേക്ക് പോകുമ്പോൾ ബെഡിന്റെ അടിയിൽ മെത്തക്കടിയിൽ ഇയാൾ കത്തി സൂക്ഷിക്കുന്നു. അതിനുശേഷം സംസാരത്തിനിടയിൽ ഇവർ ലൈംഗിക ബന്ധത്തിലേക്ക് പോകുന്നു. പിന്നീട് ലൈംഗിക വേഴ്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പെൺകുട്ടിയെ കത്തി കഴുത്തിൽ കുത്തിയിട്ട് വലിച്ചൂരി കഴുത്തറുക്കുന്നു എന്നുള്ളതാണ്. എത്ര മൃഗീയമായെന്ന് നോക്കണം. ലൈംഗിക ബന്ധമെന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയും പുരുഷനും ഏറ്റവും സന്തോഷത്തോടു കൂടി ഏറ്റവും നമ്മൾ ഒന്നാണ് എന്നുള്ള സമയത്ത് ചെയ്യുന്ന വല്ലാത്തൊരു മുഹൂർത്തമാണ്. ഞാൻ ബലാത്സംഗം അല്ല പറയുന്നത്, വല്ലാത്തൊരു മുഹൂർത്തമാണ്. എന്തായാലും ഈ ഒരു ഇയാളുടെ കൂടെ പോവാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല എന്ന് ഈ സ്ത്രീ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് തന്നെയാണ് ഇവര് ലൈംഗിക ബന്ധത്തിനായിട്ട് താല്പര്യം അറിയിക്കുകയും ചെയ്യുന്നത് അല്ലേ? അല്ല, അതിലൊരു സംശയം നമുക്ക് വരും, സ്വാഭാവികമായിട്ട് വരും. ഇയാളായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ നിൽക്കുമ്പോൾ പിന്നെയും ഇയാൾ വന്നിട്ട് എങ്ങനെയാണ് ഈ ലൈംഗിക ബന്ധം? പക്ഷേ അവിടെയാണ് ഈ പെൺകുട്ടി ഈ ബന്ധം ഉപേക്ഷിച്ചിട്ടും ഇയാൾ ഈ വീഡിയോസ് ഭർത്താവിന് അയച്ചു കൊടുക്കും, കുടുംബക്കാർക്ക് അയച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഈ പെൺകുട്ടിയെ വീണ്ടും ലൈംഗിക ബന്ധത്തിനായും പണത്തിനായും ഇയാൾ ഉപയോഗിച്ചിരുന്നത് എന്നുള്ള. അതായത് ഒരു ക്രിമിനൽ മൈൻഡിലൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ലൈംഗിക ബന്ധ സമയത്തൊക്കെ ഇപ്പോൾ ഗൗതം കല്യാണം കഴിക്കാത്തതുകൊണ്ട് എനിക്കറിയില്ല ഗൗതം ലൈംഗിക ബന്ധത്തിനൊക്കെ പോയിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പിന്നെ ഞാൻ വിവാഹിതയായതുകൊണ്ട് എനിക്കറിയാം.
അത് പറയുന്നത് തെറ്റാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ ലൈംഗിക ബന്ധം പറയുമ്പോൾ കൂട്ടബലാത്സംഗമോ അതൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം എന്ന് പറയുമ്പോൾ സ്ത്രീയും പുരുഷനും ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് ഒന്നാകുന്ന സമയം എന്നാണ് പറയുന്നത്. ആ സമയത്ത് ഒരു സ്ത്രീയെ കൊല്ലാനുള്ള ക്രൂരത ഒരു മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാകണമെങ്കിൽ അയാളെ ക്രിമിനൽ എന്നല്ല നമ്മൾ വിളിക്കേണ്ട, അതിന് മുകളിൽ എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അത് വേണം വിളിക്കാൻ. അതായത് ലൈംഗിക വീഴ്ച ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കത്തി കുത്തി ഇറക്കി മരിച്ചു. ഇവിടെ എനിക്ക് ഒരു സിനിമയിൽ സലീം കുമാർ പറയുമല്ലോ, ഈ ഹോസ്റ്റലിൽ അറിയാം ഒരു 17കാരനായ പാൽക്കാര പയ്യനെ പെൺകുട്ടികൾ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി, അതൊക്കെയാണ് മരണം. നമ്മളും മരിക്കുന്നു, ലോറി ഇടിച്ച്, വണ്ടി ഇടിച്ച്, കാർ ഇടിച്ചതൊക്കെ. അപ്പോ അങ്ങനെ നോക്കുമ്പോ വളരെ ആസ്വദിച്ചുള്ള ഒരു മരണം. എനിക്കിതിൽ ശരിക്കും അത്ഭുതം തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഭാര്യ, ഈ പൂജാരിയുടെ ഭാര്യ നേരത്തെ തന്നെ തന്നെ ഇയാളുടെ വിവാഹം കഴിക്കാൻ വേണ്ടി സാധിക്കില്ല, വരാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ എങ്ങനെ ഇവർ ലൈംഗിക ബന്ധത്തിന് താല്പര്യം അറിയിച്ചു എന്നുള്ള കാര്യം വളരെ അത്ഭുതത്തോടു കൂടി നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. സ്വാഭാവികമായി ഇത്രയും നാൾ ലൈംഗിക ബന്ധത്തിലുള്ളവരല്ലേ, അവളുടെ മനസ്സിലും പെട്ടെന്നൊന്നും പ്രണയം ഇയാളൊരു അപകടകാരിയാണ് എന്ന് ഇവർക്ക് തിരിച്ചറിഞ്ഞില്ലേ? അതുവരെ അറിഞ്ഞു കാണത്തില്ല, അതായിരിക്കാം. ഇപ്പോ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ എത്രയോ ഭാര്യ, ഇപ്പൊ പാമ്പിനെ കൊണ്ടൊരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ സൂരജ് എന്ന് പറയുന്ന ഒരു പ്രതി, ആ പെൺകുട്ടി മനസ്സിൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പോ ഈ പാമ്പിനെ കൊണ്ടുവന്ന് കയ്യില് കുത്തിച്ച് കൊല്ലുമെന്ന് ആ പെൺകുട്ടി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പോട്ടെ, നമ്മൾ ആരെങ്കിലും മനസ്സിൽ ചിന്തിക്കുന്ന കാര്യമാണോ ഒരു മാരക വിഷമുള്ള ഒരു പാമ്പിനെ കൊണ്ടുവന്ന് ഇങ്ങനെ അങ്ങ് കൊല്ലാം എന്ന് നമ്മുടെ അപ്പൊ ആ ക്രിമിനൽ മൈൻഡ് എന്ന് പറയും ക്രിമിനൽ അല്ല, അതിന് മുകളിൽ എന്തെങ്കിലും ഉണ്ടോ? അതാണ് ഈ മനുഷ്യ പിശാചുക്കൾ എന്ന് പറയുന്ന ആ ലെവലിലേക്കാണ് ഇവരെയൊക്കെ, ഈ ഗ്രീഷ്മ, ഇപ്പൊ ഈ ജോൺസൺ, ഈ ഉത്തരാവധ കേസിലെ പെൺകുട്ടി, ഇവരെയൊക്കെ. മറ്റേ കിരൺ എന്ന് പറയുന്നത്, വിസ്മയ കേസ് എന്ന് പറയുന്നത്, ആ പെൺകുട്ടി വളരെ ശാരീരികമായി മാനസികമായുള്ള പീഡനത്തിന്റെ പുറത്താണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. ഒരു കാറിന്റെ പേരിൽ, കൊലപാതകമല്ല, അതൊരു ആത്മഹത്യയാണ്. പക്ഷെ ഇയാൾ സ്ത്രീധനം വാങ്ങിയതിന്റെ പേരിൽ ആ പെൺകുട്ടിയെ ശാരീരികമായി മാനസികമായി ഉപദ്രവിച്ചതിന്റെ പേരിലുമാണ് അയാളെ ശിക്ഷിച്ചത്. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? ഇവിടെ പാമ്പിനെ കൊണ്ട് കൊല്ലിക്കുന്നു, പിന്നെ സൈലന്റ് പോയിസൺ കൊടുത്ത് ഒരു ചെറുപ്പക്കാരൻ, 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ ആന്തരിക അവയവങ്ങൾ മുഴുവൻ ദ്രവിച്ച് കൊലപ്പെടുത്തുന്നു. മറ്റൊന്ന്, ലൈംഗിക വീഴ്ച നടക്കുന്ന സമയത്ത് അതിക്രൂരമായി നമ്മൾ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വിചാരിക്കും ഇപ്പൊ എന്നെ കൊല്ലു എന്നുള്ളത്? വലത്തെ കൈ കൊണ്ട് കത്തിയെടുക്കുന്നു, കുത്തുന്നു, കൊല്ലുന്നു. ഇത് നമ്മൾ അറിയുന്നില്ലല്ലോ ആ സമയത്ത്. അങ്ങനെയാണെങ്കിൽ മുൻകരുതലുകൾ എടുക്കില്ല. അപ്പോ സംഭവിക്കുന്നത് ഈ പ്രതി പക്ഷേ ഈ സ്ത്രീയെ നേരത്തെ തന്നെ ഭീഷണിപ്പെടുത്തുകയും അപകടകരമായ രീതിയിൽ ഇവരോട് ഭീഷണി മുഴക്കിക്കൊണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ ഇയാളൊരു പ്രശ്നക്കാരനാണെന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് ഇയാള്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ എന്തിനിവര് ഈ വീട്ടിലേക്ക് ഇയാളെ സ്വീകരിച്ചു, ലൈംഗിക ബന്ധത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ളൊരു കാര്യം ചർച്ചയാവുന്നുണ്ട്, തീർച്ചയായിട്ടും ചർച്ചയാവുന്നുണ്ട്. കൊലപാതകം അല്ല ഗൗതം ചോദിക്കുന്നതൊക്കെ ഒരു സാധാരണക്കാരൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങളാണ്. ഈ ഒരു സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ച ഒരു അശ്രദ്ധ തന്നെ അല്ലേ ഇത്? പക്ഷെ വിചാരിക്കില്ല കൊല്ലുമെന്നുള്ളത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാകില്ല. ഇയാളൊരു എന്താ പറയുക, ഇയാളൊരു ക്രിമിനൽ ആണെന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാം. ശരിക്കും ഈ ഒരു വാർത്തയിലൂടെയൊക്കെ ഈ ഇൻസ്റ്റാഗ്രാം വലിയൊരു അപകടകാരിയായിട്ടുള്ള ഒരു സംഭവമാണ്. അതാണ് ഞാൻ തുടക്കം തന്നെ ധന്യ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ടോ, അതിന്റെ അപകടം മനസ്സിലാക്കിക്കൊണ്ടാണോ അത് ഒഴിവാക്കിയത് എന്നൊക്കെ ചോദിച്ചത്. പല സ്ത്രീകളും ഇത്തരം വിഷയങ്ങളൊക്കെ രൂപപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഇൻസ്റ്റാഗ്രാം പോലുള്ള മാധ്യമങ്ങൾ ഉപേക്ഷിക്കുന്ന, അത് ഉപയോഗിക്കുന്നത് ഇല്ലാതാക്കുന്നതൊക്കെ സാഹചര്യങ്ങൾ രൂപപ്പെടുന്നു. അല്ല, എന്തുണ്ടെങ്കിലും ഏത് സംഭവമാണ്, ഇൻസ്റ്റാഗ്രാം മാത്രമല്ല, ഫേസ്ബുക്ക് മാത്രമല്ല, വാട്സപ്പ് മാത്രമല്ല, യൂട്യൂബ് മാത്രമല്ല, ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അതിര് കടന്നാൽ അപകടം തന്നെയാണ്. അതിലൊരു സംശയം വേണ്ട. അതിലേക്ക് എവിടെ നിർത്തണമെന്ന് ചിന്തിക്കേണ്ടത് നമ്മളാണ്. ഇപ്പൊ നമ്മളോട് ഒരുത്തൻ രാത്രി 10 മണിക്ക് വന്നിട്ട് ഹായ് സുഖമാണോ, എന്നോട് സംസാരിക്കാൻ താല്പര്യമുണ്ടോ, ചേട്ടാ സംസാരിക്കാൻ താല്പര്യമില്ല, നല്ല തിരക്കാണ്, ചേട്ടന്റെ വഴി നോക്ക് എന്നൊരിക്കൽ പറഞ്ഞിട്ട് അവനെ ബ്ലോക്ക് ചെയ്താൽ പിന്നെ അവൻ അവളോട് സംസാരിക്കാൻ വരില്ലല്ലോ. പറയൂ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ബന്ധം പിന്നെ ചെന്നെത്തുന്നത് വേറെ തലത്തിലേക്കായിരിക്കും. നിർത്തേണ്ടടുത്ത് നിർത്താനുള്ള പ്രായോഗിക ബുദ്ധി ആണായാലും പെണ്ണായാലും കാണിക്കുക. ഇപ്പോൾ വിവാഹേതര ബന്ധങ്ങൾ തെറ്റാണെന്നും വിവാഹത്തിന് മുമ്പുള്ള ബന്ധങ്ങൾ തെറ്റാണോ ഒന്നും അല്ല പറയുന്നത്. പക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾ നല്ലതാണോ, നമുക്ക് വേണ്ട എന്ന് പറയുമ്പോൾ പരസ്പര സമ്മതത്തോടു കൂടി നമ്മളിൽ നിന്ന് ഒഴിവാകാൻ
താല്പര്യമുള്ളവരാണോ, അത്തരത്തിൽ ചിന്തിക്കുന്നവരാണോ എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത്. അല്ലാതെ ഇത്തരം ക്രിമിനൽ മൈൻഡുള്ളവരെ ഇൻസ്റ്റയും സോഷ്യൽ മീഡിയയും ഉപയോഗിക്കുന്നത് തെറ്റൊന്നുമല്ല, പക്ഷേ അത് ഉപയോഗിക്കേണ്ട രീതിക്ക് ഉപയോഗിക്കുക എന്ന് മാത്രം.